ചെങ്ങന്നൂരിൽ വെള്ളം ഉയരുന്ന സാഹചര്യത്തിൽ വാഹനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയാണ് ജനങ്ങൾ. ഉയർന്ന സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്താണ് കാറുകൾക്ക് സുരക്ഷ ഒരുക്കുന്നത്. പാണ്ടനാട് നിന്ന് ജോസി ബാബുവിന്റെ റിപ്പോർട്ടാണ്. ചെങ്ങന്നൂർ മിത്രമഠം പാലത്തിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നാം പങ്കുവെക്കുന്നത്. മിത്രമഠം പാലത്തിന്റെ ബോർഡ് നമുക്ക് കാണാം. ചെങ്ങന്നൂർ പാണ്ടനാട് പഞ്ചായത്തിലാണ് മിത്രമഠം പാലം സ്ഥിതി ചെയ്യുന്നത്. ഈ മിത്രമഠം പാലത്തിന്റെ ഇരുവശങ്ങളിലും പാലത്തിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ചെങ്ങന്നൂരിലെ സവിശേഷ സാഹചര്യം വെള്ളം ഓരോ മണിക്കൂറിലും ഉയരുകയാണ്. ആളുകൾ വാഹനങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പാലത്തിന്റെ ഒരു വശം മുതൽ മറുവശം വരെയുള്ള ഇരു സൈഡുകളിലും കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും കാറുകൾ സുരക്ഷിതമായി അവർക്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി അത്രത്തോളം നിലനിൽക്കുകയാണ്. നമുക്കറിയാം 6 കലിതുള്ളി ഒഴുകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കരയോട് തൊട്ടില്ല എന്ന നിലയിൽ പമ്പയാർ ഒഴുകുകയാണ്. പലയിടത്തും പമ്പയാർ കര കവിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് അതിശക്തമായ രീതിയിൽ കലങ്ങി മറിഞ്ഞ് പമ്പയാർ ഒഴുകുന്നത് കാണാം. എന്തായാലും ഈ വാഹനങ്ങൾ ഇങ്ങനെ ആളുകൾ പാർക്ക് ചെയ്യുന്നുണ്ട്. ചേട്ടാ, ഇങ്ങനെയാണോ എല്ലാ വർഷവും മഴക്കാലമാകുമ്പോൾ? എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. കാർ കൊണ്ട് പാർക്ക് ചെയ്യും. താഴ്ന്ന സ്ഥലത്തു നിന്ന് കാറുകളിൽ പാർക്ക് ചെയ്യും. ആ റോഡിലോട്ടൊക്കെ വെള്ളമാണ്. താഴ്ന്ന സ്ഥലത്ത് ഇവിടെ അങ്ങനെ കയറാറില്ല. 2018 വെള്ളപ്പൊക്കത്തിനും ഇവിടെ ആയിരുന്നു നമ്മൾ കാർ പാർക്ക് ചെയ്തത്. ആകെയുള്ളൊരു സുരക്ഷിത ഇവിടെ മാത്രമേ ഉള്ളൂ. ഇടം നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ. ആ ഭാഗത്തോട്ട് നമ്മളെ ഇത് നമ്മളെ ചെങ്ങന്നൂർ പോകുന്ന റൂട്ട്, ഇത് തിരുവല്ലായ്ക്ക് പോകുന്ന റൂട്ട്, 2 ഭാഗത്തും വെള്ളക്കെട്ടുകളുണ്ട്. താഴ്ന്ന സ്ഥലത്തെ വീടുകളിലെ കാറുകളെല്ലാം ഇവിടെ കൊണ്ടുവരുന്നത്. അദ്ദേഹം പറഞ്ഞതുപോലെ കാറുകൾ വലിയ വിലപിടിപ്പുള്ള കാറുകളാണ്. അതോടൊപ്പം തന്നെ വീടിന്റെ മുറ്റത്തിട്ട് മറ്റിടങ്ങളിലേക്ക് പോയാൽ പോലും പിന്നീട് വരുമ്പോൾ കാറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇരുചക്ര വാഹനങ്ങളും ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഉള്ള കാഴ്ചകളൊക്കെ ഈ ചെങ്ങന്നൂരിലെ സ്ഥിതി എത്രത്തോളം ആശങ്കപ്പെടുന്നതാണ്, ആളുകൾ എത്രത്തോളം ആശങ്കയിലാണെന്ന് തെളിയിക്കുന്നതിനാണ് ഈ ഇത്തരം ദൃശ്യങ്ങൾ. എന്തായാലും അവർക്ക് സുരക്ഷിതമായ അവരുടെ വാഹനങ്ങൾ സൂക്ഷിക്കാൻ കഴിയട്ടെ, വെള്ളപ്പൊക്കത്തിൽ നിന്നും പെട്ടെന്ന് മുക്തരാകാൻ കഴിയട്ടെ എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുക. ലേഷ് കാഞ്ഞിയോടൊപ്പം ജോസി ബാബു, മീഡിയ 1, ചെങ്ങന്നൂർ.